എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇങ്ങനെ വാഴകൃഷി ചെയ്തിട്ടുണ്ടോ? ഇതാണ് ഒരു ബനാന സർക്കിൾ. നമ്മൾ പെർമാകൾച്ചർ രീതികളിലും നാച്ചുറൽ ഫാമിംഗ് രീതികളിലെല്ലാം ബനാന സർക്കിൾസ് ആണ് സാധാരണ ചെയ്യുന്നത്. അതായത് കുറച്ച് സ്ഥലത്ത് കൂടുതൽ വാഴ, ഒരേ സ്ഥലത്ത് തന്നെ വെള്ളം ഒഴിക്കുക, ഒരേ സ്ഥലത്ത് തന്നെ വളം ലഭിക്കുക. അപ്പോൾ വാഴകളെല്ലാം കൂട്ടത്തോടി വളരും. കാരണം വാഴകൾ കൂട്ടത്തോടി വളരുന്ന ഒരു സസ്യമാണ്. ഇതാണ് നമ്മുടെ ബനാന സർക്കിളിനുള്ള പിറ്റ്. ഈ പിറ്റിന്റെ അകത്തേക്കാണ് നമ്മൾ കമ്പോസ്റ്റ്, ഡ്രൈ മാറ്റർ, എന്ത് വളം ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്താണ് ഇടുന്നത്. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വാഴയുടെ തടത്തിന് ഇടുന്നതിന് പകരം നമ്മുടെ സമയലാഭം, നമ്മുടെ സ്പേസ് ലാഭം, നമ്മുടെ വളം എല്ലാം ലാഭം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഒരു പിറ്റടിക്കുക, ഒരു 2 മീറ്റർ 3 മീറ്റർ വ്യാസമുള്ള ഒരു പിറ്റാണെങ്കിലും അതിന് മേളിലേക്കുള്ള പിറ്റുകളാണെങ്കിലും നമുക്ക് സ്വാഭാവികമായി ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പിറ്റുകൾക്ക് ചുറ്റും 3, 6, 9, 12 എന്നുള്ള കണക്കിൽ വാഴകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വാഴകൾ ഈ സർക്കിളിന്, ഈ പിറ്റിന് ചുറ്റും എത്തുകയും അവരുടെ വേരുകളെല്ലാം വളം ലഭിക്കുന്ന ഈ സ്ഥലങ്ങളിലേക്ക് വരികയും അവരെല്ലാം വളരെ ഹാപ്പി ആയിട്ട് വളരുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ബനാന സർക്കിൾ. അപ്പോൾ കൂടാതെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് കണ്ടു, ഈ ഇലകളിലെല്ലാം കാണുന്ന ഈ പാട് കണ്ടോ, ഇതെല്ലാം നമ്മുടെ ഫംഗസ് ആണ്. അതായത് നമ്മുടെ സോയിലിൽ നിന്ന് എല്ലാ ചെടികൾക്കും ന്യൂട്രിയൻസ് വലിക്കാൻ സഹായിക്കുന്നത് ഫംഗസിന്റെ ഒരു നെറ്റ്വർക്കാണ്. ആ ഫംഗസിന്റെ നെറ്റ്വർക്കിനെ വളർത്തുക എന്നതുകൂടി നമ്മുടെ ഇതിന്റെ ലക്ഷ്യമാണ്. എവിടെ നമ്മൾ ഫുഡ് ഫോറസ്റ്റ് ചെയ്താലും, ഇതിപ്പോൾ അജയുടെ ഫുഡ് ഫോറസ്റ്റ് ആണ്, നമ്മൾ ചേർത്തല അർത്തുങ്കലിലാണ് നിൽക്കുന്നത്. ഈ ഫുഡ് ഫോറസ്റ്റിലും നമ്മൾ ചെയ്യുന്നത് ഒരു മൈക്രോബിയൽ ഇക്കോസിസ്റ്റം വെബ് വളർത്തുക എന്നുള്ളതാണ്. അതാണ് ഈ കാണുന്ന ഈ ഫംഗൽ മൈക്കോറൈസയും ഫംഗൽ ബാക്കിയുള്ള മഷ്റൂംസും എല്ലാം വരുന്നത്. അപ്പോൾ ഇവരെല്ലാം ഈ വളങ്ങളെല്ലാം വിഘടിപ്പിച്ച് ഈ മണ്ണിൽ ചേർക്കുകയും വാഴകൾക്ക് എളുപ്പം വലിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതാണ് ബനാന സർക്കിൾ. ട്രൈ ചെയ്യൂ. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ രീതികളും ഒബ്സർവേഷൻസ് എല്ലാം ഞങ്ങളോട് അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.